നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത SDPI അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസിയുടെ ഒരു ഓഡിയോ ശകലം. MK ഫൈസി എന്ന നേതാവ് അമിത്ഷായെ ഭയപ്പെടുത്തുകയാണ്. ഒന്നൊന്നര മുന്നറിയിപ്പാണ് ആ വീഡിയോ. അതിലെ ശബ്ദരേഖ ഇങ്ങനെ: അങ്ങനെ ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിയമമുണ്ടാക്കിയിട്ട് അമിത്ഷാ പറയുകയാ, ഭയപ്പെടേണ്ട. അദ്ദേഹം പാർലമെന്റിലെ മുസ്ലിങ്ങളോട് പറഞ്ഞതെന്താ? നിങ്ങൾ ഭയപ്പെടേണ്ട. ഞങ്ങൾ ചോദിക്കട്ടെ, ആർക്കാണ് നിങ്ങളെ ഭയം? ആർക്കാണ് നിങ്ങളെ ഭയമുള്ളത്? പകരം ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത്, ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അനുവാദമില്ലാതെ കഴിയില്ലാത്ത നാളുകളിലേക്കാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത് ഭയപ്പെടണോ വേണ്ടയോ എന്നത്. അത് ഇന്ത്യ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടില്ലേ? ഈ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ മുസ്ലിമുകളുടെ അനുവാദം വേണം. പഴയ ഭീഷണി പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയ പൊടി തട്ടിയെടുത്തു. MK ഫൈസി അകത്ത് തന്നെയാണ്. ഉടനെയൊന്നും പുറത്തിറങ്ങുന്ന ലക്ഷണമില്ല. കാരണം കേസ് കടുക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ SDPIയുടെ ഓഫീസുകളിൽ ഇപ്പോഴും റെയ്ഡുകൾ പുരോഗമിക്കുകയാണ്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് SDPIക്ക് ഫണ്ട് നൽകുന്നത്. ഇരു സംഘടനകളുടെയും നേതാക്കൾ ഒന്നാണ്. ഇത്തരം കണ്ടെത്തലുകളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന് സമാനമായ തലത്തിൽ SDPIയും നിരോധിക്കപ്പെടുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2009 ജൂൺ 21 ഡൽഹി പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് SDPIയുടെ പ്രഥമ പ്രസിഡന്റ് കൂടിയായ ഈ അബൂബക്കർ SDPIയുടെ പ്രഖ്യാപനം നടത്തുന്നത്. മാസങ്ങൾക്ക് മുൻപ് 2009 ഫെബ്രുവരി 13, 14, 15 ദിവസങ്ങളിൽ കോഴിക്കോട് വെച്ച് നടന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ സമ്മേളനത്തിൽ വെച്ചാണ് പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് അന്തിമ രൂപം കൊള്ളുന്നത്. ബാബറി മസ്ജിദ് ധ്വംസനം, ഗുജറാത്ത് കൂട്ടക്കൊല എന്നിങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇന്ത്യയിലുണ്ടാകുന്ന അടിച്ചമർത്തലുകൾക്കെതിരെ ശബ്ദമുയർത്തണമെന്നതായിരുന്നു സംഘടനയുടെ മുദ്രാവാക്യം. ന്യൂനപക്ഷ പ്രതിരോധം എന്ന ആശയത്തെ മുൻനിർത്തി മുസ്ലിം വിഭാഗത്തിലെ തീവ്ര ചിന്താഗതിക്കാരെ അവർ ഒപ്പം ചേർത്തു. കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന NDF, കർണാടകയിലെ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി, തമിഴ്നാട്ടിലെ മനീത നീതി പസറെ എന്നു തുടങ്ങി തീവ്ര നിലപാടുള്ള മുസ്ലിം സംഘടനകളെ ഒന്നിച്ചു ചേർത്തു. നേരത്തെ നിരോധിക്കപ്പെട്ട സിമി എന്ന സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ച കുറേയേറെ ആളുകൾ ചേർന്നാണ് 2006 പോപ്പുലർ ഫ്രണ്ടിന് രൂപം കൊടുത്തത്. 2009 ആയപ്പോഴേക്കും കോഴിക്കോട് വെച്ച് നടന്ന ദേശീയ രാഷ്ട്രീയ സമ്മേളനം ആന്ധ്രാപ്രദേശ്, ഗോവ, രാജസ്ഥാൻ, മണിപ്പൂർ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്ന് സമാന സ്വഭാവമുള്ള സംഘടനകളെ അവർ ഒപ്പം ചേർത്ത് പോപ്പുലർ ഫ്രണ്ട് ഒരു ദേശീയ സംവിധാനമാക്കി. തീവ്ര ആശയപ്രചരണം മാത്രമല്ല, കായികമായ അതിക്രമങ്ങളിലേക്ക് കൂടി പോപ്പുലർ ഫ്രണ്ട് പിന്നീട് കേരളത്തിലെത്തി. പ്രവാചക നിന്ദ ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന TJ ജോസഫിൻ്റെ കൈവെട്ടിയ കേസോടെ പോപ്പുലർ ഫ്രണ്ടിന് ഒരു തീവ്രവാദ സംഘടനയുടെ സ്വഭാവം കേരളത്തിൽ കൈവന്നു. 2013 കണ്ണൂർ ജില്ലയിൽ നാറാത്ത് പാമ്പുരുത്തി റോഡിന് സമീപമുള്ള തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ നടന്ന റെയ്ഡ്. സംഘടനയ്ക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ. ആ റെയ്ഡിൽ ആയുധങ്ങൾ പിടിച്ചെടുത്തുവെന്ന് പോലീസ് അറിയിച്ചു. പിന്നീട് 2018 SFI നേതാവും എറണാകുളം മഹാരാജാസ് വിദ്യാർത്ഥിയുമായിരുന്ന അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസ്. ഏറ്റവും ഒടുവിലാണ് 2022 പോപ്പുലർ ഫ്രണ്ടിനെ 5 വർഷക്കാലത്തേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിക്കുന്നത്. ആ നിരോധനത്തിന് തൊട്ട് മുൻപ് കേരളത്തെയും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും വിറപ്പിച്ച് നടന്ന റെയ്ഡുകൾ. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതോടെ SDPIയിലേക്ക് അതിലെ നേതാക്കൾ നൂഴ്ന്നു കയറി. പിന്നീട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റൊരു വകഭേദമായി SDPI. പുറമെ സാമൂഹിക പ്രവർത്തനം എന്നൊക്കെ പറയുമെങ്കിലും അകത്ത് ജിഹാദാണ് എന്ന് കേന്ദ്ര ഏജൻസികൾ. അവിലും മലരും കുന്തിരിക്കവുമൊക്കെ വാങ്ങിവെച്ചോളാൻ കൊച്ചുകുട്ടികളെ വരെ മുൻനിർത്തിയുള്ള മുദ്രാവാക്യങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് മറ്റൊരു നിറം കൈവരുത്തിയിരുന്നു കേരളത്തിൽ. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലടക്കം അന്ന് NIA ഉദ്യോഗസ്ഥർ മാസങ്ങളോളം താമസിച്ച് പോപ്പുലർ ഫ്രണ്ടിനെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ശേഖരിച്ചു. അതിനുശേഷം അതിശക്തമായ റെയ്ഡുകൾ, അറസ്റ്റുകൾ. അന്ന് കൂട്ടത്തോടെ പൊക്കിയവർ ഇന്നും പുറം ലോകം കണ്ടിട്ടില്ല. മോദി, അമിത്ഷാ, അജിത് ഡോവൽ ഓപ്പറേഷനായിരുന്നു പോപ്പുലർ ഫ്രണ്ട് റെയ്ഡും അതിനുശേഷമുണ്ടായ നിരോധനവുമൊക്കെ.
പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് കൊണ്ട് മാത്രം ഇത്തരം തീവ്രവാദ സംഘടനകളെ അടക്കി നിർത്താം എന്ന് കേന്ദ്ര സർക്കാരും വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള വർഷങ്ങളിൽ അവരുടെ നിരീക്ഷണം SDPIക്ക് മേൽ ശക്തമായി തുടർന്നു. SDPI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സാമ്പത്തിക നാഡി അറുത്തു കളഞ്ഞാൽ മാത്രമേ തീവ്രവാദത്തിൻ്റെ വേരിറക്കാൻ കഴിയൂ എന്ന് കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടി. അതുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ശക്തമായ അന്വേഷണങ്ങൾക്ക് പിന്നീട് തുടക്കമിട്ടത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ SDPI പോലുള്ള സംഘടനകളെ ഇടത് വലത് മുന്നണികൾ തങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്താൻ മത്സരിക്കുന്നു. തീവ്ര ചിന്താഗതിയുള്ളവരെ വോട്ട് മാത്രം നോക്കി ഇത്തരം രാഷ്ട്രീയ പിന്തുണയുമായി ചെല്ലുമ്പോൾ അവരുടെ തീവ്രവാദ സംഘടനയ്ക്ക് കൂടുതൽ കരുത്താകും എന്നതാണ് വാസ്തവം. SDPI കേരളത്തിൽ നിരോധിക്കപ്പെട്ടാൽ SDPIയിൽ പ്രവർത്തിച്ചിരുന്ന നേതാക്കൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് നുഴഞ്ഞു കയറും എന്ന ഭയം കോൺഗ്രസ് CPM സംഘടനകൾക്കുണ്ട്. ഇക്കാര്യം പ്രൊഫസർ ഹമീദ് ചേന്ദമംഗലത്തെ പോലുള്ളവർ വ്യക്തമാക്കി കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ പോലീസ് സേനയിലുണ്ട് എന്നതും നേരത്തെ പുറത്തു വന്ന വാർത്തകളിൽപ്പെട്ട ഒന്നാണല്ലോ. SDPIയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസി മലയാളിയാണ്, പട്ടാമ്പിക്കാരൻ. എന്നാൽ ഫൈസിയെക്കുറിച്ച് അധിക വിവരങ്ങളൊന്നും മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നില്ല. ഡൽഹിയാണ് ഫൈസിയുടെ തട്ടകം. വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ സാമ്പത്തികം സംഘടിപ്പിക്കുകയാണ് ഫൈസിയുടെ ലക്ഷ്യം തന്നെ. ദീർഘനാൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതൃനിരയിൽ പ്രവർത്തിച്ച MK ഫൈസി SDPIയെ കൂടുതൽ സാമ്പത്തികമായി മികവുള്ളതാക്കി. SDPIയുടെ സാമ്പത്തിക ബുദ്ധികേന്ദ്രം MK ഫൈസിയാണ് എന്ന് തിരിച്ചറിഞ്ഞ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് കടന്നതും അതിൻ്റെ തുടർച്ചയാണ്. 12 തവണ നേരത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഫൈസിക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ തുടർച്ചയായി ഒഴിഞ്ഞുമാറിയതോടെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിടികൂടുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. രാജ്യത്ത് ഭീകരപ്രവർത്തനം നടക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉയർത്തിയത്. റംദാൻ കളക്ഷൻ്റെ പേരിൽ പോലും പണപ്പിരിവും ഹവാലയും. നേരത്തെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട 61.72 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. കോടികളുടെ വഖഫ് സ്വത്തുക്കൾ അന്യായ നിയമനിർമ്മാണത്തിലൂടെ തട്ടിയെടുക്കാനുള്ള BJP സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ രാജ്യവ്യാപകമായി SDPI നടത്തിയ പ്രതിഷേധങ്ങളും ബഹുജന റാലികളും മഹാസമ്മേളനവും ബഹുജന പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നുവെന്നാണ് ഇപ്പോൾ SDPI നേതാവ് CA ലത്തീഫ് പറയുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ RSS വിരളി പിടിച്ച് SDPIയെ നിരോധിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. 2022 നിരോധിക്കപ്പെടുമ്പോൾ ഒമാൻ തൊട്ട് തുർക്കി വരെ അതിശക്തമായ പേരുകൾ പോപ്പുലർ ഫ്രണ്ടിനുണ്ടായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ വിവിധ പേരുകളിലാണ് പോപ്പുലർ ഫ്രണ്ട് അറിയപ്പെട്ടത്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം, ഇന്ത്യൻ സോഷ്യൽ ഫോറം, റീഹാബ് ഇന്ത്യൻ ഫൗണ്ടേഷൻ എന്നീ പേരുകളിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റ് സംഘടനകൾ. നേരത്തെ ലക്നൌവിൽ ഒരു PFI കേഡറെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്വേഷണത്തിൽ ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഉൽ മുജാഹിദിൻ്റെ ബംഗ്ലാദേശ് എന്ന സംഘടന ഇന്ത്യയിൽ സ്ഫോടന പരിശീലന പരമ്പര നടത്തിയിരുന്നു എന്ന് ഇയാൾ സമ്മതിച്ചു. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തെ തുടർന്ന് NIA, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നീ കേന്ദ്ര ഏജൻസികൾ അതിശക്തമായ അന്വേഷണവുമായി കളത്തിലിറങ്ങി. അതിൻ്റെ തുടർന്നുള്ള വിവരങ്ങൾ ഭയാനകമായിരുന്നു. ഗൾഫ് കേന്ദ്രീകരിച്ച് ഏകദേശം 13,000 മലയാളികൾ പോപ്പുലർ ഫ്രണ്ടുമായി സഹകരിച്ചിരുന്നു എന്നും ഹവാല ഇടപാടുകൾക്കിവർ കുടപിടിച്ചിരുന്നു എന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. രാജ്യത്തേക്ക് മടങ്ങി വന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള പദ്ധതിയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറാക്കിയിരുന്നു. ഹവാല ഇടപാടുകൾ വഴിയാണ് ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ട് കള്ളപ്പണം വെളുപ്പിച്ചത് എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. പോപ്പുലർ ഫ്രണ്ടിനായി കൈകാര്യം ചെയ്തിരുന്ന 13,000-ഓളം അക്കൗണ്ടുകൾ ഇതിനകം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. എന്നാൽ ഈ 13,000-ഓളം ആളുകളുടെ പേര് വിവരങ്ങൾ ഇതുവരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. പോപ്പുലർ ഫ്രണ്ടുമായി സഹകരിച്ച പലരും കേരളത്തിലേക്ക് മടങ്ങി വരാതെ ഗൾഫ് നാടുകളിൽ തുടരുന്നതിനുള്ള കാരണവും അതുതന്നെ. സിമി, ജമാഅത്ത് ഇസ്ലാമി, NDF, പോപ്പുലർ ഫ്രണ്ട് എന്നീ സംഘടനകളുടെ തുടർച്ച തന്നെയാണ് SDPI. ഇസ്ലാമിക് ബ്രദർഹുഡ് പോലുള്ള സംഘടനകളുമായി കൈകോർത്ത് ഖിലാഫത്ത് സ്ഥാപിക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്ന് ഫക്രുദ്ദീൻ അലിയെ പോലുള്ളവർ പറയുന്നു. അവർക്ക് ഇന്ത്യയുടെ ദേശീയത ഒരു പ്രശ്നമല്ല എന്ന് ഫക്രുദ്ദീൻ അലി തുറന്നടിച്ചു. ഈ സംഘടനയ്ക്ക് വിദേശത്തു നിന്നും വരുന്ന ഫണ്ടിൻ്റെ വഴികൾ സുതാര്യമല്ല എന്ന് ഫക്രുദ്ദീൻ തുറന്നു പറയുന്നു. സിമിയുടെ മുഴുവൻ നേതാക്കളും ഇവിടെയുണ്ട്. ഇവർ തീവ്ര നിലപാടുള്ളവരാണോ എന്ന് അവരുടെ പഴയകാല പ്രസംഗങ്ങൾ നോക്കിയാൽ മനസ്സിലാകുമെന്നാണ് ഫക്രുദ്ദീൻ അലി പറയുന്നത്. ചുരുക്കത്തിൽ SDPIയുടെ നിരോധനം തന്നെയാവും അമിത്ഷായും മോദിയുമൊക്കെ ലക്ഷ്യമിടുന്നത്. അതിലപ്പുറം MK ഫൈസിയെ ഇനി പുറത്തേക്ക് വിടില്ല എന്ന സംശയം സംഘടനയിൽ ശക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.